70-80 കാലഘട്ടത്തിൽ മലയാളം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന നടൻ രവികുമാർ ഇന്ന് അന്തരിച്ചു. അദ്ദേഹം മലയാളത്തിൽ അവസാനമായി ചെയ്ത സിനിമകൾ ആറാട്ട്, CBI 5 എന്നീ സിനിമകളായിരുന്നു. അദ്ദേഹത്തിന് സിനിമാ ഭ്രാന്തന്റെ ആദരാഞ്ജലികൾ. ഇനി നമുക്ക് റീസെന്റ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സ് നോക്കാം. ആദ്യം തന്നെ നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന സിനിമയായിരുന്നു അല്ലു അർജുൻ്റെ ആര്യ 2 അല്ലേ. 2009 സിനിമ റിലീസായത്. ഇപ്പോൾ 16 വർഷത്തിന് ശേഷം ആര്യ 2 റിലീസിന് ഒരുങ്ങുകയാണ്. അതെ, April 6 ആര്യ 2 വീണ്ടും റിലീസിലൂടെ എത്തുന്നത്. മലയാളത്തിലും തെലുങ്കിലും ആയിരിക്കും റിലീസ് ചെയ്യുക. അപ്പോൾ അന്ന് തിയേറ്ററിൽ മിസ് ചെയ്തവർ മറക്കണ്ട, April 6 തിയേറ്ററിൽ പോയി കണ്ടോ. നമ്മുടെ ചിയാൻ വിക്രമിന്റെ ഏറ്റവും പുതിയ റിലീസ് വീരധീര സൂരൻ. എമ്പുരാനോടൊപ്പം തന്നെ റിലീസായ ഒരു കോമ്പറ്റേറ്റീവ് റിലീസ് മൂവിയായിരുന്നു വീരധീര സൂരൻ. ആ സിനിമ ഇപ്പോൾ 52 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. സോ അതിന് ചിയാൻ വിക്രം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാൻസിനും വിക്രമിനെയും ഈ ഒരു സിനിമയും ഒക്കെ സപ്പോർട്ട് ചെയ്തവർക്കുള്ള ഒരു നന്ദിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വീരധീര സൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം എമ്പുരാൻ്റെ നമുക്കറിയാം ഓരോ ദിവസം ഓരോരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു റെക്കോർഡ് കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എമ്പുരാൻ്റെ കളക്ഷൻ 230 കോടിയാണ്. ആൻഡ് ഇതിലെ ഏറ്റവും റീസെന്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ആദ്യമായിട്ട് 100 കോടി ഷെയർ ലഭിക്കുന്ന മലയാള സിനിമയെ മാറിയിരിക്കുകയാണ് എമ്പുരാൻ. ഇതിലും വലുത് എന്ത് വേണമല്ലേ മലയാള സിനിമയ്ക്ക് ഇനിയും ആഘോഷിക്കാനായിട്ടൊക്കെ. ഇപ്പൊ ടോട്ടൽ കളക്ഷൻ ഇപ്പൊ 230 കോടിയാണ്. അപ്പൊ മലയാള സിനിമയിലെ റെക്കോർഡ് കളക്ഷനായ 234 കോടി നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനെ കടത്തി വെട്ടാൻ ഇനി അധികം സമയം വേണ്ട എന്നുള്ളതും ഇപ്പോൾ വിസിബിൾ ആണ്. രാജമൗലി മഹേഷ് ബാബു ചിത്രം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നായിരുന്നല്ലേ. ഇതിന് 2 പാർട്ട് ഉണ്ടാകും എന്ന് രാജമൗലി നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു റീസെന്റ് അനൗൺസ്മെന്റോടെ വന്നിരിക്കുകയാണ്. രാജമൗലി തന്നെയാണ് ഈ അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒറ്റ പാർട്ടിൽ തന്നെ 3.5 മണിക്കൂറായിട്ട് ചെയ്യും എന്നാണ് രാജമൗലി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സാമ്പത്തിക ലാഭവും ഒക്കെ നോക്കിയാണ് ഒരു ഭാഗത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് എന്നാണ് രാജമൗലി അറിയിച്ചിട്ടുള്ളത്. അടുത്തത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാഹിദ് കപൂർ അഭിനയിച്ച ദേവ എന്ന സിനിമ. ഇത് തിയേറ്ററിൽ വലിയ ഓളമൊന്നും ഇല്ലാണ്ട് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയതാണ്. പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷം ഇപ്പൊ വളരെ വലിയ സ്വീകാര്യതയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ മുംബൈ പോലീസ് എന്ന സിനിമയുടെ ഹിന്ദി ഹിന്ദി റീമേക്ക് ആണ് ദേവ എന്ന സിനിമ. ഈ മുംബൈ പോലീസ് ഡയറക്ട് ചെയ്ത റോഷൻ ആൻഡ്രൂസ് തന്നെയാണ് ഹിന്ദിയിൽ ദേവയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു കണ്ടതും കേട്ടതും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.